മീനിന്റെ ആകൃതിയിലുള്ള കണ്ണുള്ള അവളെ ആ രാജ്യത്തെ ജനങ്ങൾ മീനാക്ഷി എന്ന് വിളിക്കാൻ തുടങ്ങി. തങ്ങളുടെ രാജ്യത്തിന് കാവലാകാൻ വേണ്ടി മീനാക്ഷി ഒരിക്കലും തൻ്റെ കണ്ണുകൾ അടച്ചിരുന്നില്ല. അതുകൊണ്ട് മധുര തൂങ്കാ നഗരം അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത നഗരം എന്നുകൂടി അറിയപ്പെട്ടു. മീൻ തൻ്റെ മുട്ടകളെ എങ്ങനെ കാക്കുന്നുവോ അതുപോലെ റാണി തൻ്റെ പ്രജകളെ കാത്തു. മീനാക്ഷി യുദ്ധത്തിലൂടെ മറ്റു രാജാക്കന്മാരെ പരാജയപ്പെടുത്തി തൻ്റെ സാമ്രാജ്യ വിസ്തൃതി കൂട്ടി. ദേവിയോട് യുദ്ധം ചെയ്യുന്ന രാജാക്കന്മാരെല്ലാം തന്നെ പരാജയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ദേവിയുടെ യുദ്ധം കൈലാസത്തിലേക്കും എത്തി. ദേവി യുദ്ധം ചെയ്ത് കൈലാസത്തിലെ ശിവഗണങ്ങളെയും പരാജയപ്പെടുത്തി. ശിവഗണങ്ങളെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്ന രാജ്ഞിയെ കണ്ട് മഹാദേവൻ യുദ്ധം ചെയ്യാനായി തയ്യാറെടുത്തു. എന്നാൽ മീനാക്ഷി ദേവിക്ക് ശ്രീ പരമേശ്വരനെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിൽ ആകൃഷ്ടയാകുകയും തത്സമയം ദേവിയുടെ മൂന്നാമത്തെ സ്ഥാനം അപ്രത്യക്ഷമാകുകയും ചെയ്തു. തുടർന്ന് ദേവി യുദ്ധം ഉപേക്ഷിക്കുകയും ശിവനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. 8 ദിവസം കഴിഞ്ഞ് താൻ മധുരയിലെത്താമെന്നും തൽക്കാലം മടങ്ങിപ്പോകുവാനും മഹാദേവൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ വിവാഹ ചടങ്ങുകൾ ഒരുക്കി ദേവി തൻ്റെ വരനെ കാത്തിരുന്നു. തൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്തും പ്രൗഢിയും മഹാദേവനെ കാട്ടുവാനായി ദേവി ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ മഹാദേവനാവട്ടെ തൻ്റെ ലീലകൾ ദേവിയോട് കാട്ടാനും തീരുമാനിച്ചു. മഹാദേവൻ സുന്ദരേശ്വരനായി വന്ന് ഗുണ്ടോദരൻ എന്ന കുള്ളനെയും കൂട്ടി മധുരയിലെത്തി. ഗുണ്ടോദരനെയും മഹാദേവനെയും കണ്ട ദേവി കുള്ളനായ ഗുണ്ടോദരനെ കണ്ട് മഹാദേവനെ പരിഹസിച്ചു. മധുരയുടെയും റാണിയുടെയും സമ്പത്ത് വിവാഹ അലങ്കാരങ്ങളിൽ കാട്ടേണ്ടതില്ല, തൻ്റെ ഒപ്പം വന്ന ഗുണ്ടോദരൻ്റെ വിശപ്പ് മാറ്റിയാൽ മാത്രം മതി എന്ന് മഹാദേവൻ മറുപടി പറഞ്ഞു. തുടർന്ന് ഗുണ്ടോദരന് ദേവി ഭക്ഷണം നൽകി. മധുരയിലെ മുഴുവൻ ഭക്ഷണം കൊടുത്തിട്ടും ഗുണ്ടോദരൻ്റെ വിശപ്പടങ്ങിയില്ല. നഗരത്തിലെ ജലവും ഗുണ്ടോദരൻ കുടിച്ചു തീർത്തു. എന്നിട്ടും ഗുണ്ടോദരൻ്റെ വിശപ്പടങ്ങിയില്ല. അവൻ വിശപ്പ് കാരണം നിലവിളിക്കാൻ തുടങ്ങി. ദേവി അടിയറവ് പറഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ മഹാദേവൻ തൻ്റെ ജടയിൽ നിന്നും അല്പം തീർത്ഥമെടുത്ത് ഗുണ്ടോദരന് കൊടുക്കുകയും അവസാനം ഗുണ്ടോദരൻ്റെ വിശപ്പടങ്ങുകയുമാണ് ഉണ്ടായത്. ഈ തീർത്ഥമാണ് പിന്നീട് മധുര നഗരത്തിലെ വൈഗാ നദിയായി മാറിയത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ മീനാക്ഷി സുന്ദരേശ്വര വിവാഹം നടന്നു. സഹോദര സ്ഥാനത്ത് നിന്ന് വിഷ്ണു ഭഗവാനാണ് ഈ കല്യാണം നടത്തിയത്. ഈ കല്യാണത്തിൽ സർവചരാചരങ്ങളും ദേവീദേവന്മാരും ഋഷീശ്വരന്മാരും പങ്കെടുത്തു. അങ്ങനെ മധുരയുടെ രാജാവും രാജ്ഞിയുമായി സുന്ദരേശ്വരനും മീനാക്ഷി ദേവിയും ഏറെക്കാലം മധുരയിൽ ജീവിച്ചു. ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി മധുര ക്ഷേത്രത്തിൽ മീനാക്ഷിയും സുന്ദരേശ്വരനും കുടികൊണ്ടു എന്നുമാണ് വിശ്വാസം.